Hi friends, welcome to my cooking channel shehrusfeast. Hi friends, welcome back to my channel. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കോക്കനട്ടിന്റെ മക്രോണിയാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് മക്രോണി കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും 1.5 സ്പൂൺ ഓയിലും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. അതിനാവശ്യമായി 500 ഗ്രാം ചിക്കൻ, 2 വലിയുള്ളി, 3 പച്ചമുളക്, 2 തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില, കറിവേപ്പില, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഞാനിത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് ചതച്ച് നമുക്കിതിൽ ഉപയോഗിക്കാം. ഒരു കുക്കർ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ഉള്ളി ഇടാം. ഉള്ളി നമുക്ക് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും തക്കാളിയൊക്കെ ആഡ് ചെയ്ത് നന്നായി ഇളക്കാം. പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ച മസാലകളെല്ലാം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ചിക്കനും കൂടി ഇതിലേക്കിട്ട് കുക്കർ ഒന്ന് അടച്ചു വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 വിസിൽ വരുന്നവരെ നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. റെഡിയായ ചിക്കൻ കറിയിലേക്ക് ഞാൻ ആ വേവിച്ച് വെച്ച മക്രോണി കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിലും കൂടി ഇത് വെക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് അടച്ചു വെച്ച് ഒരു വിസിലും കൂടി വരുത്താം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ അടിച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച മക്രോണി ഇതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഈ തേങ്ങ ഒഴിച്ച് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ഞാനൊരു കുഞ്ഞിപ്പത്തിരിൻ്റെ സ്റ്റൈലിലാണ് ഈ മക്രോണി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടാകും. കുട്ടികൾക്ക് ഇഷ്ടവും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.